യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദ്ധാനമെന്ന മഹാരഹസ്യത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തെ നോമ്പെന്ന് നാം വിളിക്കുന്നു. സഭാ പാരമ്പര്യത്തിൽ ഇത് വലിയ നോമ്പെന്നും 40 നോമ്പെന്നും വിളിക്കപ്പെടുന്നുണ്ട്. എന്താണ് ഈ സംഖ്യയുടെ 40 എന്ന സംഖ്യയുടെ പ്രത്യേകത? തിരുവചന അടിസ്ഥാനത്തിലും ദൈവശാസ്ത്ര വിശകലനത്തിൻ്റെ വെളിച്ചത്തിലും ഈ 40 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ സംഖ്യ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പൂർണ്ണതയുടെ, പരിവർത്തനത്തിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ ഒരു സംഖ്യയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ നേതാവായിരുന്ന മോശ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ജലപ്രളയത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 40 ദിനരാത്രങ്ങൾ ഒരു ജനത ഒരു പേടകത്തിനുള്ളിൽ ആയിരുന്നു. കാറ്റും കോളും മഹാശക്തികൾ ആഞ്ഞടിച്ചപ്പോൾ ഒരു പ്രളയത്തിനുള്ളിൽ സുരക്ഷിതരായിരുന്ന ഒരു ജനത. എന്നാൽ അതിനുശേഷം ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ മഴവില്ലിൻ്റെ ഉടമ്പടിയുടെ കാലഘട്ടം കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ 40 എന്ന് പറയുന്നത് ഒരു പുതുമയുടെ, നവീനമായ ഒരു അനുഭവത്തിൻ്റെ കാലഘട്ടമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 40 എന്ന സംഖ്യ നിലനിൽക്കുകയാണ്. ഒരു ജീവിത പരിവർത്തനം, എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ്, അതാണ് ഈ 40 എന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും പഴയ ഇസ്രായേലിൻ്റെ നേതാവായിരുന്ന മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. മലമുകളിലേക്ക് കയറുന്ന മോശ, മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന മോശയ്ക്ക് 40 എന്ന് പറയുന്നത് ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും പവിത്രീകരിക്കുവാനും പ്രകാശീകരിക്കുവാനും ഉള്ള ഒരവസരമായിരുന്നു. 40 എന്ന സംഖ്യ മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവമായിരുന്നു. പൂർണ്ണനായ ദൈവത്തെ കണ്ടെത്തുവാനുള്ള അവസരമായിരുന്നു. വീണ്ടും പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദാമ്യ കുലത്തിൻ്റെ പ്രതിപുരുഷനായി തീർന്നുകൊണ്ട് ആ ജനത എങ്ങനെ ദൈവത്തെ കണ്ടെത്തണമെന്ന് ക്രിസ്തു ഈ തൻ്റെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ തപസ്സിൻ്റെ ശക്തിയാൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതൊരു ആത്മീയ പോരാട്ടമായിരുന്നു. അതിൻ്റെ അവസാനം പിശാചേ എന്നിൽ നിന്ന് പോകുവീൻ എന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം, ആത്മീയമായ ധൈര്യം പ്രാപിക്കൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടം, ഈ വലിയ നോമ്പിൻ്റെ ഈ ഒരു പ്രത്യേകമായ തീർത്ഥയാത്രയിൽ നാം ആയിരിക്കുമ്പോൾ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനും പരിവർത്തനം നമ്മിൽ സംഭവിക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും ആത്മീയമായ ആയുധങ്ങൾ ധരിക്കുവാനും പൈശാചിക ശക്തികൾക്കുമേൽ വിജയം വരിക്കുവാനും നമ്മൾക്ക് ഇടയാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.